ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു വായനയായാലോ? ആരുമല്ല എങ്കിലും എല്ലാമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. കൃപയുടെ ജീവിതത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നേടിയതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് കൃപയുള്ള വ്യക്തിക്ക് മനസ്സിലാകും. എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ എന്തുമാത്രം അവർ അധ്വാനിക്കുന്നു, സഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ അവർക്ക് തോന്നും. പ്രകീർത്തിക്കപ്പെടേണ്ടതും അനുകരിക്കപ്പെടേണ്ടതുമായി പലതും വിശുദ്ധ ജീവിതങ്ങളിലുണ്ടാവും. അവയെ നാം പ്രകീർത്തിക്കുകയും അനുകരിക്കുകയും വേണം. മേന്മയായി ഒന്നുമില്ല എന്ന് ഉള്ളിൽ തികഞ്ഞ ബോധ്യമുണ്ടായിരിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്തവരെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ജീവൻ വരെ ഹോമിച്ചവർ എന്ന് പ്രകീർത്തിച്ച് വിശുദ്ധരുടെ പട്ടികയിലേക്ക് ഉയർത്തുന്നതിനെയാണ് കൃപയുടെ സുവിശേഷം എന്ന് പറയുന്നത്. കൃപയുള്ളവരാവാൻ നമുക്കും പ്രാർത്ഥിക്കാം. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.